ഞങ്ങൾ തമ്മിൽ പറയുമ്പോഴെല്ലാം തമാശയാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടോ, പലർക്കും തെറ്റിദ്ധാരണ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ്. അത് വേറെ കാര്യം. എല്ലാവിധ നന്മകളും തരുന്നു. സുരേഷും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. സുരേഷിനോട് നന്ദി പറയുന്നു. ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല പത്തനാപുരത്ത് വരുന്നത്. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളത്തിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്ത് പെരുവും. പത്തനാപുരത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യം ഇലക്ഷന് നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് സ്നേഹപുരസരം ഓർക്കും. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡിൽ ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്, പരമാർത്ഥമാണ്. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന്, അതും ഏതാണ്ട് നട്ടുച്ച സമയത്താണ്, ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ഗണേശൻ മറന്നതല്ല. ഈ എല്ലാ കാര്യവും തമാശ രൂപേണ പറയുന്നത് പോലെ ഇതും ഒരു തമാശ പോലെ അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. സുരേഷ് കൊടുത്ത പോലെ ചില സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ സമ്മാനങ്ങൾ അച്ഛൻ ചോദിക്കുന്ന എല്ലാ സമ്മാനവും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും സമ്മാനങ്ങൾ കൊടുക്കും എന്നറിയിച്ചുകൊണ്ട് എന്താണ് സമ്മാനം കൊടുക്കുന്നത് പറഞ്ഞില്ല. സുരേഷ് എന്തോ ഒരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞു. ബസ്സല്ല എന്ന് സുരേഷ് തന്നെ പറഞ്ഞു. വേറെ എന്തോ സമ്മാനമുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ചോദിച്ചു മനസ്സിലാക്കണം. എന്താണ് ഈ പെട്രോളിയം മന്ത്രി കോളേജിൽ കൊടുത്ത സമ്മാനം എന്താണ് എന്നാണ്. എനിക്ക് തോന്നുന്നു ബസ്സിന്റെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. പെട്രോളിയം മന്ത്രി എന്നല്ല, അദ്ദേഹം കോളേജിന് കൊടുക്കാൻ അതേ പറ്റുള്ളൂ. ഈ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ബസ്സും എയറോപ്ലെയിനും ഒന്നുമല്ല. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും, പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നുകൂടി പറയേണ്ടി വരും. ഈ വിദ്യാലയത്തിലാണ് കേരളത്തിന്റെയും മലയാളികളുടെയും എക്കാലത്തെയും കോരിത്തരിപ്പായ ശ്രീ പ്രേം നസീർ പഠിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് കുഞ്ചാക്കോ ബാബനും പഠിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് MG സോമനും പഠിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടിയും, അതുപോലെ തന്നെ സ്വർഗീയനായ P പരമേശ്വർജി. അങ്ങനെ ഭാരതത്തിനും കേരളത്തിനും മുതൽക്കൂട്ടായ ഒരുപാട് മഹാന്മാർ പഠിച്ചിറങ്ങിയ, മഹതികൾ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിന് എൻ്റെ ഒരു സ്നേഹോപഹാരം എന്ന് പറഞ്ഞ ആ കോലം മാത്രമാണ് ഞാൻ സമ്മാനിച്ചിട്ടുള്ളത്. അത് ഞാൻ വാങ്ങിക്കൊടുത്തതുമല്ല, എനിക്ക് കിട്ടിയതുമാണ്. ഇപ്പൊ 28 ലക്ഷത്തിന്റെ സമ്മാനമാണ് കൊടിക്കുന്നിൽ തന്നത്. പക്ഷെ അദ്ദേഹത്തിന് 1 കോടിക്കുള്ള സാധനങ്ങളും തരാൻ പറ്റും. എനിക്കിവിടെ ഒരു നയാ പൈസക്കുള്ള സാധനം തരാനൊക്കത്തില്ല. തൃശ്ശൂർ മാത്രമേ കൊടുക്കാനൊക്കൂ. അങ്ങനെയാണ് MP ഫണ്ടിന്റെ ഒരു സംവിധാനം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ 38 ലക്ഷം രൂപയുടെ ഒരു ബസ് ഇവിടെ വെച്ച് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തേനെ. ഇത് ഞാൻ ചെയ്തിരുന്നു. പിന്നെ പത്തനാപുരത്ത് അങ്ങനെ ഒരു ബിംബമില്ല എന്ന് ഒരു കാലത്തും ഗണേശന്, ഞാൻ ആ മന്ത്രി എന്നുള്ളത് വിട്ട് സംസാരിക്കുകയാണ്, ഗണേശന് ഒരിക്കലും പറയാനൊക്കത്തില്ല. ഇവിടെ ഇപ്പോഴും ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഞാൻ രാജ്യസഭ MP ആയിരിക്കുമ്പോൾ പത്തനാപുരത്ത് സ്ഥാപിച്ചത് ഇപ്പോഴും കൃത്യമായി എരിയുന്നുണ്ട്. എരിയുന്നില്ലെങ്കിൽ അത് ഇവിടുത്തുകാരുടെ കുഴപ്പമാണെന്ന് കൂടി ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട്, ഞങ്ങൾ തമ്മിൽ പറയുമ്പോഴെല്ലാം തമാശയാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടോ, പലർക്കും തെറ്റിദ്ധാരണ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ്. അത് വേറെ കാര്യം. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ.